ശരവണ ദാണ്ട് നോക്ക്, ഡോറിലാരോ തട്ടുന്നു. ഒന്നും കണ്ടുകൂടാ കണ്ണാടി. ഹരി, ശരവണ പോയി നോക്കാം. நாங்க ஒட்டிக்கு சார் சார் யாரோ ആരോ കഥയില് சார் பார்த்து. പോലീസ് അമ്മവ അവരല്ലേ? എന്താ സാറേ? ജീവനോട് വന്നിരുന്നു. ഞങ്ങൾ അയാളെ ഇവിടുന്ന് പുറത്താക്കി. നിങ്ങൾ സൂക്ഷിക്കണം. കുറച്ചു മുമ്പ് അയാളൊരു തട്ടുകടയിൽ അക്രമം കാണിച്ചു. അവിടെ ഉണ്ടായിരുന്ന 2 പയ്യന്മാരെ തല്ലിച്ചതച്ചു. അയ്യോ, അവിടെ നിന്നും ഒരു ആയുധം എടുത്ത് എങ്ങോട്ട് പോയി. ഞങ്ങൾ അയാളെ അന്വേഷിച്ചിറങ്ങിയതാ. എന്തിനാണ് സാർ അന്വേഷിക്കുന്നത്? എന്താണ് നിങ്ങൾ കുറ്റവാളികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ശിക്ഷ? അവനൊരു കൊലപാതകിയാണ്. സ്വന്തം മക്കള് ഒരു തെറ്റ് ചെയ്ത അത് മറച്ചു വെക്കുന്ന അമ്മമാർ ഒരുപാടുണ്ട്. പക്ഷെ നെഞ്ചുരുകുന്ന വേദനയിലും ഞാൻ കോടതിയിൽ വിളിച്ചു പറഞ്ഞത് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാ. അവൻ കൊന്നിട്ടുണ്ടെന്നാ. എന്നിട്ട് നിങ്ങൾ ശിക്ഷിച്ചോ? കോടതി കാര്യങ്ങളാ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതി കുറ്റപ്പെടുത്തിയത് ആരെയാണ്? ഞങ്ങളെയാണോ? ജീവൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നല്ലേ പറഞ്ഞത്? കുറ്റം ചെയ്തവർക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുത്തിട്ട് പിന്നെ ഈ അന്വേഷിച്ചു വരവിന് ഒരു കാര്യമില്ല സർ. സാർ പൊയ്ക്കോളൂ. നോക്ക്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എല്ലാ വീടിനും കാവൽ നിൽക്കുന്നത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ടൊരു മുന്നറിയിപ്പ് തരാൻ വന്നതാ. അവൻ വരട്ടെ സർ. കയ്യിലുള്ള ആയുധം കൊണ്ട് എല്ലാവരും അവൻ വെട്ടി വെട്ടി കൊല്ലട്ടെ. അത് കഴിഞ്ഞ് കണക്കെടുക്കാനും മാസർ എഴുതാനും വന്നാ മതി. പൊയ്ക്കോളാൻ പറയൂ ഹരി. കുറ്റം ചെയ്തവനെ പിടിച്ചു കൊടുത്താലും തെളിവുകൾ നമ്മൾ ഉണ്ടാക്കണം. കോടതിയിൽ നമ്മൾ തന്നെ വാദിക്കണം. പിന്നെ എന്തിനാ ഈ വേഷമായിട്ട് ഇവരൊക്കെ ഇങ്ങനെ? ആന്റി ചോദിച്ചൊക്കെ കാര്യമല്ലേ സാറേ? ജീവന്റെ കൂടെ ഉണ്ടാവേണ്ടവര് ചങ്ക് പൊട്ടുന്ന വേദനയോടെ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇത്രയും പെട്ടെന്ന് അയാൾ കുറ്റവാസനയിലേക്ക് തിരിയുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. എനിവേ, നിങ്ങളൊന്ന് കരുതലോടെ ഇരിക്കണം. ഇവിടെ ഒന്ന് കാണാൻ തോന്നി, അതാ വന്നത്. എന്നെ പേടിയാണ് നിനക്ക്? ഏട്ടന്റെ പേരിലിപ്പോ ഒരു കുറ്റമില്ല മോളെ. കോടതി ഏട്ടനെ വെറുതെ വിട്ടു. പക്ഷെ നമ്മുടെ അമ്മയുടെ കോടതിയിൽ ഇപ്പോഴും ഏട്ടന് മാപ്പില്ല. ഇതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ?
ഞങ്ങൾ പേടികൊണ്ടാ ഇങ്ങനെ ചോദിക്കുന്നത്. പേടിക്കണ്ട അങ്ങൾ. ഞാൻ നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കും മനു. ഈ യുദ്ധങ്ങളുടെ അവസാനം ഉപയോഗിച്ച് ഒന്നിനും കൊള്ളാത്ത ചില ആയുധങ്ങൾ ഉണ്ടാവില്ലേ? അതുപോലെ ഇപ്പം ഞാൻ. മോളെ, ഏട്ടന് ഇത്തിരി ചോറ് തരാവോ? ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ലേ? വിശക്കന്ന്. തൂക്കുകയറാണോ ജീവപര്യന്താണോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനിലിരുന്നല്ലേ? അതുകൊണ്ടൊക്കെ ആവും. കുറച്ച് ചോറ് തരും മോളെ. എടുത്തു കൊടുക്ക.